السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين والعاقبة للمتقين ولا عدوان إلا على الظالمين. أما بعد. ഏറെ ബഹുമാനികളായ സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം നിർവഹിക്കുന്ന എല്ലാ അമലുകളുടെയും പോരായ്മകൾ പരിഹരിച്ച് അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. നമുക്കും നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ധാരാളം മുഅ്മിനീങ്ങളുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ മഖ്ബറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നവർ, അല്ലാഹു അവർക്കെല്ലാം മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ദുആക്ക് പ്രത്യേകമായി ഇജാബത്തുള്ള ഒരു ദിവസവും പ്രത്യേക സമയവും അല്ലാഹു നിശ്ചയിച്ച വെള്ളിയാഴ്ച ദിവസത്തിൽ പള്ളിയിൽ ഒരുമിച്ച് കൂടിയിട്ട് നമ്മൾ ചോദിക്കുന്നതാണ്. അല്ലാഹു നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളെയും അല്ലാഹു പൂർത്തിയാക്കി നൽകട്ടെ. രോഗികളായ ധാരാളം ആളുകൾ ദുആക്ക് ഏൽപ്പിച്ചവരുണ്ട്. അല്ലാഹു എല്ലാവർക്കും പൂർണ്ണ ശിഫായിനെ അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹുവിൻ്റെ വലിയ അനുഗ്രഹത്താൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മീലാദിനെ സന്തോഷപൂർവം കൊണ്ടാടുവാനും അതിൻ്റെ ഭാഗമാകുവാനും ധാരാളം സൽക്കർമ്മങ്ങൾ നിർവഹിക്കാനും ഒക്കെ നമുക്ക് സാധ്യമായി. അല്ലാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ. ഇപ്പോഴും നമ്മുടെ മഹല്ലുകളിലും പരിസരങ്ങളിലും പലയിടങ്ങളിലും അതിൻ്റെ തുടർ പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പള്ളിയിൽ മൗലിദ പാരായണമുണ്ട്. അല്ലാഹു എല്ലാം സ്വീകരിച്ച് അനുഗ്രഹിക്കട്ടെ. ഈ ദിവസങ്ങൾക്കിടയിൽ ഇതിനായി പരിശ്രമിച്ച ധാരാളം ആളുകൾ, മുതിർന്ന ആളുകൾ മുതൽ നമ്മുടെ കമ്മിറ്റിയുടെയും മറ്റും ഭാരവാഹികളടക്കം നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ, വിദ്യാർത്ഥികൾ, മദ്രസയിലെ ഉസ്താദുമാരടക്കം ധാരാളം ആളുകൾ അതിലേക്ക് സഹായിക്കുകയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തങ്ങളുടെ സമയങ്ങളും സമ്പത്തും ആരോഗ്യവും ഒക്കെ ചെലവഴിച്ചവരുണ്ട്. എല്ലാവർക്കും ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ നാളെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂടാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതിൻ്റെ ഫലമായി നമ്മുടെ ഖൽബിൽ അല്ലാഹു ഹബീബിനോടുള്ള മഹബ്ബത്തിനെ വർദ്ധിപ്പിക്കട്ടെ. ഈമാൻ അല്ലാഹു നമുക്ക് വർധനവ് നൽകി അവസാനം കലിമ ചൊല്ലി മരിക്കാൻ തൗഫീഖ് നൽകട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നൽകിയ ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മൾ നിരന്തരമായി ഓർത്തുകൊണ്ടേയിരിക്കണം. മുസ്ലിമാവുക എന്നത് അനുഗ്രഹമാണ്. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ശരിയായ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള അവസരം ഒരുക്കി നൽകി എന്നത് നിഅമത്താണ്. ആ നിഅമത്തുകൾ നിഅമത്തായിട്ട് നമുക്ക് ബോധ്യപ്പെടുമ്പോൾ മാത്രമേ അള്ളാഹുവിനോട് നന്ദി ചെയ്യാൻ നമുക്ക് കഴിയുകയുള്ളൂ. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളാണ് നമ്മൾ ദിനേന അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന ബോധ്യമുണ്ടെങ്കിലേ അള്ളാഹുവിന് വേണ്ടി കൂടുതൽ വിധേയപ്പെടാൻ നമ്മുടെ മനസ്സ് താല്പര്യപ്പെടും. അങ്ങനെ കൂടുതൽ റബ്ബിനോട് നന്ദി കാണിക്കുമ്പോഴാണ് ലഇൻ ശകർതും ലഅസീദന്നകും, നിങ്ങൾ നന്ദിയുള്ളവരാണെങ്കിൽ, നന്ദി പ്രകടിപ്പിക്കുന്നവരാണെങ്കിൽ അള്ളാഹു ധാരാളമായി വീണ്ടും വീണ്ടും നൽകിക്കൊണ്ടിരിക്കുമെന്നാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളിലുള്ള ഈ ജീവിതത്തെക്കുറിച്ചുള്ള ഓർമ്മയാണ് ഒരു വിശ്വാസിക്ക് എപ്പോഴും ഉണ്ടാകേണ്ടത്. വിശ്വാസിയും അവിശ്വാസിയും തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസവും അവിടെ തന്നെയാണ്. അള്ളാഹുവിൻ്റെ ദീൻ നമുക്ക് നൽകിയിട്ടുള്ള ഓരോ നിയമങ്ങളെടുത്ത് പരിശോധിച്ചു നോക്കുക. മുസ്ലിമായി ഒരു സമൂഹത്തിനുള്ളിൽ നമുക്ക് ജീവിക്കാൻ കഴിയുക എന്നതാണ് ഈ ഭൂമിയിലെ ഏറ്റവും സുരക്ഷിതമായ ജീവിതം. കാരണം അള്ളാഹുവിൻ്റെ ദീനിൻ്റെ നിയമങ്ങൾ മുഴുവനും ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളെയും സ്പർശിക്കുന്ന സമഗ്രമായ നിയമമാണ്. ലോകത്ത് അങ്ങനെ ഒരു നിയമവും ഇതുവരെ വന്നിട്ടില്ല. ഇനി ഒരാൾക്ക് ഉണ്ടാക്കിയെടുക്കാനും കഴിയില്ല. പലപ്പോഴും പല സംഘങ്ങളും കൂട്ടങ്ങളും വരാറുണ്ട്. അവർ ഏതെങ്കിലും ഒരു വിഭാഗത്തെക്കുറിച്ച് മാത്രമാണ് സംസാരിക്കാറുള്ളത്. ലോകത്തിന്റെ സാമ്പത്തിക മേഖലയെക്കുറിച്ച് സംസാരിക്കുന്ന കക്ഷികൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവർക്ക് ഇവിടുത്തെ ദരിദ്ര രേഖയ്ക്ക് താഴെയുള്ള ആളുകളെ പറ്റി അവരുടെ ചർച്ചയിൽ ഉണ്ടായിട്ടില്ല. തൊഴിലാളികളെ പറ്റി സംസാരിക്കുന്ന കൂട്ടങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷെ അവർക്ക് സമ്പന്നരെ കുറിച്ച് സംസാരിക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. ഈ ലോകത്ത് പൊതുപ്രവർത്തനങ്ങളിൽ ഇടപെടുന്ന, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ അതിൽ ധാരാളമായി സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ അവർക്ക് വ്യക്തി ജീവിതങ്ങളെ സ്വാധീനിക്കാൻ സാധ്യമായിട്ടില്ല. ലോകത്ത് ഏത് വിഭാഗമാണെങ്കിലും, പ്രത്യയശാസ്ത്രമാണെങ്കിലും,
ഏതെങ്കിലും ഒരു പ്രത്യേക മേഖലയിൽ മാത്രമാണ് അവരുടെ നിയമനിർമ്മാണങ്ങളൊക്കെ നടന്നിട്ടുള്ളത്. പക്ഷെ അള്ളാഹുവിന്റെ നിയമം എന്നത് ഈ ഭൂമി ലോകത്ത് അന്ത്യനാള് വരെ വരാനിരിക്കുന്ന മുഴുവൻ മനുഷ്യരുടെയും മുഴുവൻ ജീവിതത്തെയും ചൂഴ്ന്നു നിൽക്കുന്ന ഒരു സമഗ്രമായ പദ്ധതിയാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ ശരീഅത്ത് അനുസരിച്ചുകൊണ്ടല്ലാത്ത ജീവിതം മുന്നോട്ട് നയിച്ചാൽ അത് അള്ളാഹുവിന്റെ ഭൂമിയോട് നമ്മൾ കാണിക്കുന്ന നന്ദികേടായിരിക്കും. കാരണം ഈ ഭൂമിയിലേക്ക് അള്ളാഹു നമ്മെ നിയോഗിച്ചത് നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാനല്ല, അള്ളാഹുവിന്റെ പ്രതിനിധിയായി കൊണ്ട് നിയമിക്കപ്പെട്ടവരാണ്. ഇന്നി ജാഇലുൻ ഫിൽ അർദി ഖലീഫ, ഞാൻ നിങ്ങളുടെ ഭൂമിയിലേക്ക് പ്രതിനിധിയായി നിയോഗിക്കുന്നുവെന്നാണ്. അള്ളാഹുവിന്റെ ഭൂമിയാണ്, അള്ളാഹുവിന്റെ വിഭവങ്ങളാണ്, അവന്റെ സൗകര്യങ്ങളാണ്, അവന്റെ അനുഗ്രഹങ്ങളും അനുഭൂതികളുമാണ്. അതിനിടയിൽ ജീവിക്കാനുള്ള അനുവാദവും അവകാശവും നമുക്ക് നൽകിയത് അവൻ പറയുന്ന പോലെ അവന്റെ തീരുമാനപ്രകാരം ജീവിക്കാനാണ്. അതുകൊണ്ടാണ് ഇസ്ലാമിന്റെ നിയമങ്ങൾ മുഴുവനും ഈ സമ്പൂർണമായ ഭൂമിയുടെയും മനുഷ്യന്റെയും സുരക്ഷിതത്വത്തെ പരിഗണിച്ചുകൊണ്ടുള്ള നിയമങ്ങളാണ്. അള്ളാഹുവിന്റെ ദീനിന്റെ നിയമങ്ങൾ പരിശോധിച്ചാൽ ആ നിയമങ്ങളുടെ അടിസ്ഥാന തത്വങ്ങളിൽ നമുക്ക് ധാരാളം ഘടകങ്ങൾ കാണാൻ കഴിയും. ഒരു മനുഷ്യന്റെ ശരീരത്തെ സംരക്ഷിക്കുവാൻ, മനുഷ്യ ജീവിതത്തിന്റെ മനുഷ്യകുലത്തിന്റെ സംരക്ഷണം എന്നത് ഇസ്ലാമിന്റെ നിയമനിർമ്മാണത്തിന്റെ അടിസ്ഥാന ഘടകമാണ്. അതുകൊണ്ടാണ് മനുഷ്യ നിലനിൽപ്പിന്റെ അനിവാര്യമായി വിവാഹവും വിവാഹേതര ബന്ധവും ഇസ്ലാമിൽ നിയമമാക്കിയത്. അവിഹിതമായ ബന്ധങ്ങൾ ഇസ്ലാമിൽ പാടില്ല എന്ന് പറഞ്ഞത്, ദത്തുപുത്രന്മാരെ സ്വീകരിക്കരുത് എന്ന് പറഞ്ഞത്, ക്ലോണിങ്ങിലൂടെയും മറ്റുമുള്ള കുഞ്ഞുൽപാദനങ്ങൾ പ്രത്യുൽപാദനങ്ങൾ നടക്കരുത് എന്ന് പറഞ്ഞത് കാരണം അത് മനുഷ്യകുലത്തിന്റെ നിലനിൽപ്പിന് അനുവാദം നൽകുന്നതല്ല. ഇതുപോലെ തന്നെ മനുഷ്യൻ അള്ളാഹു സവിശേഷമായി നൽകിയവന്റെ ബുദ്ധി, ആ ബുദ്ധിയെ തകരാറുണ്ടാക്കുന്ന ഒരു ഏർപ്പാടുകളിലും ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീന് നിയമമാക്കിയത്. ആ ബുദ്ധിക്ക് തകരാറുണ്ടാക്കുന്ന ഒരു പ്രവർത്തനത്തിലും നിങ്ങൾ ഏർപ്പെടരുത്, ഒരു ഭക്ഷണവും നിങ്ങൾ ഭുജിക്കരുത്, ഒരു വെള്ളവും നിങ്ങൾ പാനം ചെയ്യരുത്, ഒരു വസ്തുവും നിങ്ങൾ ഉപയോഗിക്കരുത്. കാരണം ലോകത്തും മനുഷ്യർക്ക് അള്ളാഹു നൽകിയ സവിശേഷമായ അനുഗ്രഹമാണ് അവന്റെ ബുദ്ധി എന്ന് പറയുന്നത്. ഈ ലോകത്ത് മറ്റു ജനങ്ങൾക്കിടയിൽ നമ്മൾ വ്യത്യസ്തനാകുന്നത്, നമ്മൾ ആളുകൾക്കിടയിൽ പരിഗണിക്കപ്പെടുന്നവനാകുന്നത് അള്ളാഹു നമുക്ക് സവിശേഷ ബുദ്ധി നൽകിയത് കൊണ്ടാണ്, ബുദ്ധിയോടുകൂടി പെരുമാറാൻ കഴിയുന്നത് കൊണ്ടാണ്, വിവേകത്തോടുകൂടി സംസാരിക്കാൻ കഴിയുന്നത് കൊണ്ടാണ്. ആ വിവേകത്തോടു കൂടിയുള്ള ബോധത്തെ അള്ളാഹു ദാനമായി നൽകിയിട്ട് അവനെ ധിക്കരിച്ചുകൊണ്ട് ആ ബുദ്ധിയെ തകരാറിലാക്കുന്ന ഏർപ്പാടുകളിൽ ഏർപ്പെടുന്നത് അള്ളാഹു നിരോധിച്ചിരിക്കുന്നു. കാരണം മനുഷ്യന്റെ ബുദ്ധിയെ സംരക്ഷിക്കുക എന്നത് ഇസ്ലാമിന്റെ താല്പര്യമാണ്. ഈ ഭൂമിയുടെ സംരക്ഷണം ഇസ്ലാമിന്റെ താല്പര്യമാണ്. ഈ ഭൂമിയുടെ സംരക്ഷണത്തിന്റെ ഭാഗമായതുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ കാര്യം മാത്രം പരിചരിച്ചാൽ പോരാ, നിങ്ങളുടെ അയൽപ്പക്കങ്ങളിൽ താമസിക്കുന്ന ആളുകൾ അവർക്ക് വിശപ്പുണ്ടോ എന്ന് നിങ്ങൾ അന്വേഷിക്കണം. നിങ്ങളുടെ കൂടെ ജീവിക്കുന്ന ജീവികൾ, ആ ജീവികൾ നിങ്ങൾ അകാരണമായി നിഷ്കാസനം ചെയ്യരുത്. നിങ്ങളുടെ കൈകളിൽ അവസാന നാൾ ഖിയാമത്ത് നാളിന്റെ വെളിയാളം വരുന്ന സമയത്തും നിങ്ങളുടെ കയ്യിൽ ഒരു മരത്തിന്റെ തൈ ഉണ്ടെങ്കിൽ ആ തൈ നിങ്ങൾ കുഴിച്ചിടണമെന്ന് പഠിപ്പിച്ച ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ നോക്കൂ, ഭൂമിയുടെ സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞു നൽകിയ മതമാണ് ഇസ്ലാം. ഈ ലോകത്തുള്ള മറ്റു മനുഷ്യരുടെ അഭിമാനങ്ങൾ സംരക്ഷിക്കൽ ഇസ്ലാമിൽ നിയമമാണ്. നീ ഇവിടെ ഇരിക്കുന്ന ആളുകളുടെ അഭിമാനങ്ങൾ സംരക്ഷിക്കൽ എന്റെ ബാധ്യതയാണ്. ഞാൻ സഹവസിക്കുന്നവരുടെ, ഞാൻ താമസിക്കുന്ന ആരുടെ കൂടെയാണോ ഞാൻ താമസിക്കുന്നത് എങ്കിൽ അവരുടെ അഭിമാനത്തിന് ക്ഷതം ഏൽപ്പിക്കുന്ന വാക്കുകൾ, പ്രവർത്തനങ്ങൾ, ഇടപെടലുകൾ, സമീപനങ്ങൾ എന്നിൽ നിന്നുണ്ടാകാൻ പാടില്ല. അങ്ങനെ ആരുടെയെങ്കിലും അഭിമാനത്തെ പിച്ചു ചീന്തുന്ന ഏർപ്പാടുണ്ടായി കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ പക്കൽ നിന്ന് മാത്രം മാപ്പ് ലഭിച്ചാൽ പോരാ. ആരുടെ അഭിമാനമാണോ ഞാൻ കൈവശപ്പെടുത്തിയത് എങ്കിൽ അവരിൽ നിന്നും ഞാൻ മാപ്പ് സ്വീകരിക്കാതെ റബ്ബിന്റെ കോടതിയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. ലോകത്ത് ഇത്രമേൽ സമഗ്രമായ ഒരു നിയമത്തെ ഉണ്ടാക്കി നൽകിയത് എന്തിനാണ്? ഈ നിയമത്തിനകത്ത് ജീവിക്കുമ്പോൾ മാത്രമേ മനുഷ്യർക്കിടയിൽ കലഹങ്ങളില്ലാതിരിക്കുകയുള്ളൂ. ഈ നിയമങ്ങൾക്കിടയിൽ ജീവിക്കുമ്പോൾ മാത്രമേ മനുഷ്യർക്കിടയിൽ സമാശ്വാസം ഉണ്ടാവുകയുള്ളൂ, ശാന്തി ഉണ്ടാവുകയുള്ളൂ. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പറയപ്പെടുന്ന മുഴുവൻ മേഖലകളിലെയുമുള്ള അരക്ഷിതാവസ്ഥയാണ്. മനുഷ്യ ജീവിതത്തിന്റെ, മനുഷ്യകുലത്തിന്റെ അരക്ഷിതാവസ്ഥക്കാണ് പുതിയ ലോകം കോപ്പുകൂട്ടിക്കൊണ്ടിരിക്കുന്നത്. ബന്ധങ്ങൾ, രക്തബന്ധങ്ങൾ തകർക്കാൻ ശ്രമിക്കുന്നു. കുടുംബങ്ങൾക്ക് വിലയില്ല എന്ന് പറയുന്നു. രക്തബന്ധങ്ങളിലൂടെ അല്ലാതെ കുഞ്ഞുങ്ങൾ പിറക്കുന്ന സ്ഥിതിവിശേഷങ്ങൾ ഉണ്ടാകുന്നു. അള്ളാഹു അതിനെ നിഷേധിക്കുകയാണ്. മനുഷ്യനവൻ അള്ളാഹു ദാനമായി നൽകിയ ബുദ്ധിയെ, ആ ബുദ്ധിയെ തനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് അല്പസമയത്തേക്കെങ്കിലും അവന്റെ സ്വബോധം നശിപ്പിക്കുവാൻ വേണ്ടി പണം ഉപയോഗിച്ച്, അള്ളാഹുവിന് നൽകിയ അനുഗ്രഹത്തിന്റെ പണം ഉപയോഗിച്ചിട്ട് സമയം ചെലവഴിക്കുന്ന ദുരവസ്ഥ.
അതുകൊണ്ടാണ് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, കുല്ലു മുസ്കിരിൻ ഹറാം. നിങ്ങളുടെ ബുദ്ധിയുടെ സ്വബോധാവസ്ഥയെ തകരാറിലാക്കുന്ന ഏത് ഉപകരണമുണ്ടോ, ഏത് വസ്തുവുണ്ടോ, ഏത് പാനീയമുണ്ടോ നിങ്ങൾക്ക് ഹറാമാണ്, പാടില്ല. ഒരു മനുഷ്യൻ അല്ലാഹുവിന് നൽകിയ ബുദ്ധിയെ തകരാറിലാക്കുന്ന ഒരു വസ്തു ഉപയോഗിച്ചാൽ, അത് ലഹരിയാവട്ടെ, മദ്യമാവട്ടെ, മറ്റു ഉപകരണങ്ങളാവട്ടെ, ഏത് ഉപയോഗിക്കുന്നുവെങ്കിലും അവന്റെ സ്വന്തം ശരീരത്തെ മാത്രമല്ല നശിപ്പിക്കുന്നത്, ഒരു സമൂഹത്തിന്റെ കടക്കിൽ അവൻ കത്തിവെക്കുകയാണ്. മദ്യപാനികൾ സാമൂഹ്യ വിരുദ്ധരാണ്, ലഹരിയുടെ ഉപഭോക്താക്കൾ സാമൂഹ്യ വിരുദ്ധരാണ്. ഈ നമ്മുടെ പ്രദേശങ്ങളുടെ സമൂഹത്തിന്റെ മുഴുവൻ സന്തുലിതാവസ്ഥയെയും തകർക്കുന്നത് ലഹരിയുടെ ഉപാസകരാണ്, മദ്യത്തിന്റെ വിൽപ്പനക്കാരാണ്, മദ്യത്തിന് വേണ്ടി സമയം ചെലവഴിക്കുന്ന ആളുകളാണ്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നത്, വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഫിഹിമാ ഇസ്മുൻ കബീർ. നിങ്ങൾ ഉപയോഗിക്കുന്ന മദ്യത്തിന്റെയും ലഹരിയുടെയും വസ്തുക്കളിൽ നിങ്ങൾക്ക് ധാരാളമായി കുറ്റങ്ങളിലേക്കുള്ള വാതിലുകളാണ് അവിടെ തുറക്കപ്പെടുന്നത്. ഒരുപക്ഷെ ജനങ്ങൾക്ക് അതിൽ ഉപകാരമുണ്ടെന്ന് കരുതപ്പെടാം, ഒരുപാട് കച്ചവടം നടക്കുന്നില്ലേ, ഒരുപാട് സാമ്പത്തികമായ ലാഭങ്ങൾ ഉണ്ടാകുന്നില്ലേ, പക്ഷെ അക്ബർ, അതിന്റെ അപകടം, അതിന്റെ കുറ്റം, അതിന്റെ പ്രയാസം എന്ന് പറയുന്നത് ലോകത്ത് വൻ വിപത്തുകളാണ് വരുത്തി വെക്കാൻ പോകുന്നത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്, നിങ്ങൾ മദ്യവും മയക്കുമരുന്നും ലഹരിയും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിലേക്ക് അല്ലാഹുവിന്റെ ശപിക്കപ്പെട്ട പിശാച് നിങ്ങളെ കൊണ്ടെത്തിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? വയസുദ്ദുക്കും അൻ ദിക്രില്ലാഹ്, അല്ലാഹുവിന്റെ ഓർമ്മകളെ കുറിച്ച് നിങ്ങൾക്ക് തടയിടാൻ, അവന്റെ നിസ്കാരത്തെ കുറിച്ച് നിങ്ങൾക്കിടയിൽ മറയിടാൻ അവനാണ് അത് ചെയ്തു വെക്കുന്നത്. അവൻ തുറന്നുവിടുന്ന വാതിലുകളാണ്. അല്ലാഹു ദാനമായി നൽകിയ, ഔദാര്യമായി നൽകിയ ആരോഗ്യത്തെയാണ് നമ്മൾ നശിപ്പിച്ചു കളയുന്നത്. ലോകത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ലോകത്ത് ഏറ്റവും കൂടുതൽ ക്രിമിനൽ കുറ്റങ്ങൾ നടമാടിയത് എന്തിന്റെ പേരിലാണ്? മനുഷ്യന്റെ സ്വബോധം നഷ്ടപ്പെട്ടതിന്റെ പേരിലാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ വാഹനാപകടങ്ങൾ നടക്കുന്നത് സ്വബോധം നഷ്ടപ്പെട്ടുകൊണ്ട് ഡ്രൈവിംഗ് നടക്കുന്നത് കൊണ്ടാണ്. സ്വബോധം നഷ്ടപ്പെടുത്തിയുള്ള ഡ്രൈവിംഗുകൾ ആരെയാണ് അപായപ്പെടുത്തുന്നത്? ഈ നാട്ടിലെ നിരപരാധികളായ ആളുകളെ, ഒരു തെറ്റും ചെയ്യാത്ത ആളുകളെ പോലും അപകടത്തിൽപ്പെടുത്തി അവരുടെ ജീവൻ കൊലക്ക് കൊടുത്ത് ഈ നാട്ടിലെ ഏറ്റവും വലിയ സാമൂഹ്യ വിരുദ്ധര് മനുഷ്യന്റെ സ്വബോധത്തെ കാർന്നു തിന്നുന്ന ലഹരിക്കും മദ്യത്തിനും അടിമപ്പെടുന്നവരാണ്. സ്വന്തം ശരീരത്തെ നശിപ്പിക്കുന്നു, സ്വന്തം കുടുംബത്തെ അപായപ്പെടുത്തുന്നു, സാമ്പത്തികമായ സുസ്ഥിരതയെ തകർക്കുന്നു, സമൂഹത്തിന്റെ സന്തുലിതാവസ്ഥയെ തകർക്കുന്നു. ഈ സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലും അപകടം വിതക്കുന്നത് ഇന്നത്തെ കാലത്ത്, ഈ പുതിയ കാലത്ത് നമ്മുടെ നാട്ടിലുള്ള എല്ലാ അപകടങ്ങളുടെയും വേരുകൾ ചെന്നെത്തുന്നത് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ എല്ലാ തിന്മകളുടെയും താക്കോല് മദ്യത്തിന്റെ ചഷകങ്ങളാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നമ്മൾ ആരെങ്കിലും വിഷം കഴിക്കാറുണ്ടോ? ബോധത്തോടു കൂടിയുള്ള ഒരാൾ വിഷം കഴിക്കാറില്ല. എന്തുകൊണ്ടാണ്? വിഷം എന്ന് പറയുന്നത് നിന്റെ ശരീരത്തെ നശിപ്പിച്ചു കളയുമെന്ന ബോധം ഉള്ളത് കൊണ്ട് ആരും വിഷം കഴിക്കാറില്ല. ആരും അടുപ്പിലേക്ക് കൈകൾ കൊണ്ടുപോയി വെക്കാറില്ല. എന്റെ കൈ ദുർബലപ്പെട്ടു പോകും, എന്റെ കൈ കരിഞ്ഞു പോകുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തീയിലേക്ക് നമ്മൾ ആരും കൈ കൊണ്ടുപോയി വെക്കാറില്ല. പക്ഷേ പിന്നെ എന്തുകൊണ്ടാണ് സ്വന്തം ശരീരത്തെക്കാൾ ഏറ്റവും കൂടുതൽ മനുഷ്യന് സവിശേഷമായി അല്ലാഹു ദാനമായി നൽകിയ നമ്മുടെ ബുദ്ധിയെ നശിപ്പിച്ചു കളയുന്ന വിഷമാണ്, ആ ബുദ്ധിയെ നശിപ്പിച്ചു കളയുന്ന തീക്കനലുകളാണ് മനുഷ്യരോരോരുത്തരും അവരുടെ ശരീരങ്ങളിലേക്ക് കുത്തിവെക്കുന്ന ലഹരിയുടെ വസ്തുക്കൾ, മദ്യത്തിന്റെ ഉപയോഗങ്ങൾ, മറ്റു ലഹരിയുടെ ഇടപാടുകൾ. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഈ ഭൂമിയിൽ ഏതെങ്കിലും ഒരാൾ മറ്റു കുറ്റങ്ങൾ ചെയ്യുന്നതിനേക്കാൾ വലിയ അപകടകരമായ തിന്മയാണ് ലഹരിയുടെ ഉപയോഗം. മറ്റുള്ള തിന്മകൾ ഒരു പക്ഷേ ഞാൻ മാത്രം അറിയുന്നതായിരിക്കും. ലഹരിയുടെ ഉപയോഗം എന്ന് പറയുന്നത്, അതിന്റെ അപകടം അനുഭവിക്കുന്നത് ഞാൻ വ്യക്തിപരമായിട്ടല്ല, അത് ഉപയോഗിക്കുന്നവൻ, അത് വിൽക്കുന്നവൻ, അതിന് അനുഭവിക്കുന്നവൻ, ഞാൻ ഏതൊരു നാട്ടിലാണോ ഉള്ളത്, ലഹരിയുടെ ഉപഭോക്താക്കളുള്ള പ്രദേശങ്ങൾ മുഴുവനും അതിന്റെ അപകടം അനുഭവിക്കേണ്ടി വരികയാണ്. അതുകൊണ്ടാണ് ഹബീബ് പറഞ്ഞത്, മദ്യത്തിന്റെ ഉപഭോക്താക്കള്, അത് വിൽക്കുന്നവര്, അത് പിഴിഞ്ഞു കൊടുക്കുന്നവര്, അതിന്റെ കണക്കുകൾ രേഖപ്പെടുത്തി വെക്കുന്നവര്, എല്ലാവർക്കും അല്ലാഹുവിന്റെ ശാപമുണ്ടാകുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്,
അള്ളാഹു നൽകിയ ബുദ്ധിയെ പണയപ്പെടുത്തിയിട്ട്, ആ ബുദ്ധിയെ നശിപ്പിച്ചു കളഞ്ഞിട്ട്, ബുദ്ധിയെ ദുർബലപ്പെടുത്തിയിട്ട്, ദ്രവിപ്പിച്ചു കളഞ്ഞിട്ട് മദ്യം ഉപയോഗം നടത്തുന്ന ആളുകളുടെ 40 ദിവസത്തെ അമലുകൾ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടില്ല. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചെറിയ കാര്യമല്ല. എന്തുകൊണ്ട്? ഈ ലോകത്ത് നിങ്ങളൊന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലെയുള്ള ആശുപത്രികളിലേക്കൊന്ന് പോയി നോക്കുക. ബുദ്ധിക്ക് സ്ഥിരതയില്ലാത്ത എത്രയോ രോഗികൾ അവിടെ കിടന്ന് നരകിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഓട്ടിസം ബാധിച്ച ആളുകളെ പഠിപ്പിക്കുന്ന സ്പെഷ്യൽ വിദ്യാലയങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കണം. കോഴിക്കോടുണ്ട്. സ്പെഷ്യൽ വിദ്യാലയങ്ങളിലേക്ക് പോയാൽ അവിടെ സഞ്ചരിക്കുന്ന, അവിടെ ഭക്ഷണം കഴിക്കുന്ന, അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ, അവർക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല. അവരുടെ ശാരീരികമായ ആവശ്യങ്ങൾ നിർവഹിക്കാൻ അവർക്ക് കഴിയുന്നില്ല. ബുദ്ധിക്ക് സ്ഥിരതയില്ല. അവരുടെ മക്കൾ കണ്ണ് നിറഞ്ഞുകൊണ്ട് കരട് പൊട്ടി നെഞ്ചുരുകിയിട്ട് ദുആ ചെയ്യുന്നത്, റബ്ബേ എന്റെ കുട്ടിക്ക് ബുദ്ധിക്ക് സ്ഥിരത നൽകണേ എന്നാണ്. ആ സമയത്താണ് അപ്പുറത്തിരുന്ന് ആയിരങ്ങൾ കൊടുത്ത് സ്വന്തം ബുദ്ധിയുടെ സ്ഥിരത നശിപ്പിക്കാൻ വേണ്ടി പണിയെടുക്കുന്നത്. റബ്ബിനോടുള്ള ധിക്കാരമല്ലേ ഇത്? സ്വന്തം കുടുംബത്തിൽ നിന്ന് അതുപോലെ അള്ളാഹു ബുദ്ധിയുടെ സ്ഥിരത നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾക്ക് ബുദ്ധിയുടെ സ്ഥിരതയില്ലാത്ത മക്കളെ നൽകുമ്പോഴാണ് അതിന്റെ വേദന അറിയൂ. സ്വന്തം കുടുംബത്തിൽ നിന്ന് ലഹരിയുടെ ഉപയോഗങ്ങളൊന്നുമില്ലാതെ തന്നെ അള്ളാഹുവിന്റെ പരീക്ഷണമായി ബുദ്ധിയുടെ സ്ഥിരത നഷ്ടപ്പെടുന്ന ആളുകൾ പിറവികൊള്ളുമ്പോഴോ അല്ലെങ്കിൽ ജീവിക്കുന്ന ആളുകൾക്ക് അങ്ങനെ സംഭവിക്കുമ്പോഴാണ് അതിന്റെ വേദന തിരിച്ചറിയാൻ സാധ്യമാകൂ. ജീവിതങ്ങൾ പോലും ഭാരമായി അനുഭവപ്പെടുന്ന സ്ഥിതിവിശേഷങ്ങൾ ഉണ്ടാകും. ഒരു ഭാഗത്ത് ആളുകൾ അള്ളാഹുവിന്റെ ഈ നിഅമത്തൊന്ന് ലഭിച്ചു കിട്ടിയെങ്കിൽ എന്ന് കരുതിയിട്ട് റബ്ബിനോട് കരടുപൊട്ടി ദുആ ചെയ്യുകയാണ്. മറുഭാഗത്തോ സ്വന്തം ജീവിതത്തിൽ അള്ളാഹു നൽകിയ ബുദ്ധിയുടെ നിഅമത്തിനെ നശിപ്പിച്ചു കളഞ്ഞ് തന്റെ കരളിനെ തിന്നുന്ന ലഹരിയുടെ വസ്തുക്കളെ ശരീരത്തിലേക്ക് പണം നൽകി കുത്തിക്കയറ്റുന്ന ധിക്കാര സമീപനം. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ തിരുദൂതർ പറഞ്ഞത്, 40 കൊല്ലം അവന്റെ അമലുകൾ സ്വീകരിക്കില്ല, 40 ദിവസം അവന്റെ അമലുകൾ സ്വീകരിക്കില്ല. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരുപക്ഷെ സമ്പത്തിന്റെ ധാരാളിത്തം കടന്നു വരുമ്പോൾ തോന്നുന്ന ചില ചാബല്യങ്ങളാകാം. ഒരുപക്ഷെ ആരോഗ്യത്തിന്റെ ഈ പടപടപ്പ് കാണുമ്പോൾ, എന്റെ ശരീരത്തിന്റെ ഈ മനോഹരമായ ബലം കാണുമ്പോൾ, മസിലുകളുടെ കരുത്ത് കാണുമ്പോൾ, എന്റെ പോക്കറ്റിൽ നിറഞ്ഞു നിൽക്കുന്ന കറൻസികളുടെ ബലം കാണുമ്പോൾ എനിക്ക് തോന്നുന്നതായിരിക്കും. പക്ഷേ ഒരു സെക്കൻഡ് മതി കറൻസിയുടെ ബലം നഷ്ടപ്പെട്ടു പോകാൻ. എന്റെ ശരീരത്തിന്റെ ബലമുള്ള പേശികളൊക്കെ ദുർബലപ്പെട്ടു പോകും. കാലുകൾ വെച്ച് നടക്കാൻ പ്രയാസപ്പെടും. ലഹരിയുടെ ഉപയോഗം മൂത്തുമൂത്തി എന്റെ കരളുകൾ കാർന്നതുന്ന് ലിവർ സിറോസിസ് ബാധിക്കും. ഇനി നിങ്ങൾക്ക് ഈ അസുഖത്തിന് മരുന്നില്ല എന്ന് പറഞ്ഞ് ഡോക്ടർമാർ കൈമലർത്തും. ആ സമയത്ത് നമ്മളെ രക്ഷിക്കാൻ ഒരാൾ കൂടെ ഉണ്ടാകില്ല. വ്രണം വന്ന് കൂടെയുള്ള ആളുകൾ പോലും ദുർഗന്ധം സഹിച്ചുകൊണ്ട് വേദന തിന്നുകൊണ്ട് ഒന്ന് മരിച്ചു കിട്ടിയെങ്കിലെന്ന് ശപിക്കുന്ന വാക്കുകൾ വരെ കേൾക്കേണ്ടി വന്നേക്കാം. അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമല്ലാതെ ജീവിതത്തിന്റെ ഒരു നിമിഷങ്ങളെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അള്ളാഹു നമുക്ക് മാറ്റങ്ങൾക്ക് തൗഫീഖ് നൽകട്ടെ. സ്വകാര്യതകൾ വരെയാണ് നമ്മുടെയൊക്കെ തഖ്വയുള്ളൂ. സ്വകാര്യതകളിലേക്ക് എത്തുമ്പോൾ മറന്നുപോകുന്ന ഇസ്ലാമും ഈമാനുമാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഒരൊറ്റ പരിഹാരമേ ഉള്ളൂ. ഇത്രയും കാലം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ തെറ്റുകൾ ഉണ്ടായേക്കാം. പക്ഷേ ആ തെറ്റുകൾ ചെയ്തു പോയ നിമിഷങ്ങളിൽ അള്ളാഹുവിനോട് നടത്തിയ ധിക്കാരങ്ങളൊക്കെ ഒരു നിമിഷത്തെ കണ്ണുനീരിൽ അള്ളാഹു നമുക്ക് പുറത്തു നൽകും. നമ്മളെ റബ്ബിലേക്ക് ഒരു ചാൺ അങ്ങോട്ടെടുത്താൽ റബ്ബ് ഒരു മുഴം നമ്മിലേക്ക് ഇങ്ങോട്ടെടുക്കുകയാണ്. ലോകത്തൊരു മനുഷ്യനും അതുപോലെ പൊറുക്കാൻ കഴിയില്ല. ഈ കഴിഞ്ഞ 50 കൊല്ലവും 60 കൊല്ലവും റബ്ബിന് വേണ്ടി ധിക്കാരത്തോടു കൂടി മാത്രം ജീവിച്ച എനിക്ക് പക്ഷെ അള്ളാഹു ഒരു കണ്ണീര് കൊണ്ട് പുറത്തു നൽകിയേക്കാം. തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹ. ആത്മാർത്ഥമായി റബ്ബിലേക്ക് തൗബ ചെയ്ത് മടങ്ങിയാൽ സ്വീകരിക്കപ്പെടാത്ത ഒരു ജീവിതവുമില്ല. ഇത്രയും കാലം തെറ്റൊക്കെ ചെയ്തൊരു ഇനി അള്ളാഹ് എനിക്ക് പുറത്തു തരും. അള്ളാഹ്ക്ക് അത് ഇഷ്ടമാണ്. അതിനുവേണ്ടി കാത്തിരിക്കുന്നവനാണ്. ഒന്നാം ആകാശങ്ങളിലേക്ക് വന്ന് ഓരോ പ്രഭാതങ്ങളിലും പ്രദോഷങ്ങളിലും റബ്ബിനോട് എനിക്ക് പുറത്തു തരണേ എന്ന് കെഞ്ചുന്ന യാചിക്കുന്ന ആളുകൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന റബ്ബാണ്. നമ്മൾ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടി എന്ന വാർത്ത കേട്ടിട്ട് ആ വാർത്തയുമായി റബ്ബിന്റെ അരികത്തേക്ക് പോകുന്ന അള്ളാഹുവിനോട് ചെന്ന് നമ്മൾ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടിയ സന്തോഷ വാർത്തകൾ മലക്കുകൾ ചെന്ന് പറയുമ്പോൾ നമുക്ക് പുറത്തു നൽകി എന്ന് മലക്കുകളെ സാക്ഷി നിർത്തി പറയുന്ന റബ്ബാണ്. ആ റബ്ബിന് മുമ്പിൽ ആരും അറിയാതെ, ആരോടും പറയണ്ട, നാട്ടുകാരോട് പറയണ്ട, കുടുംബങ്ങളോട് പറയണ്ട, സുഹൃത്തുക്കളോട് പറയണ്ട, റബ്ബിനോട് മാത്രം കരഞ്ഞു പറഞ്ഞ് തീർക്കാവുന്ന
ബാധ്യതകളെ നമുക്കുണ്ടാവുകയുള്ളൂ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം ഇങ്ങനെ നടന്നു വരുമ്പോഴാണ് ഒരാൾ അരയിൽ മദ്യത്തിന്റെ കുപ്പി വെച്ചിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു അടുത്തെത്തിയാൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്യുമെന്ന് ഉറപ്പാണ്. ആള് പറഞ്ഞു, പടച്ചോനെ, ഉമർ കണ്ടാൽ ഞാൻ വഷളായി പോകും. അള്ളാഹുവേ, ഞാൻ ഇസ്തിഗ്ഫാർ നടത്തിയിട്ട് ആ മനുഷ്യൻ പറഞ്ഞു, ഇനി മേൽ ഞാൻ മദ്യപിക്കൂല റബ്ബേ, ഇന്ന് നീ വഷളാക്കല്ല അല്ലാഹ്. ഉമർ റളിയല്ലാഹു അടുത്തേക്ക് എത്തി. എന്താണ് അരയിലെന്ന് ചോദിച്ചു. ആ കുപ്പി എടുത്തു. ഉമർ പറഞ്ഞു, അത് വെള്ളമാണ്, പച്ചവെള്ളമാണ്. അതെടുത്ത് നോക്കിയപ്പോഴേക്കും അത് പച്ചവെള്ളമായി മാറിയിരുന്നു. ഒരു നിമിഷത്തെ ഇസ്തിഗ്ഫാറിന്റെ വാക്കുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കുപ്പിയിലെ മദ്യം വെള്ളമാക്കി മാറ്റിയിരുന്നു എന്നാണ്. നമ്മൾ റബ്ബിലേക്ക് അങ്ങോട്ട് നമ്മളെ കൊടുത്താൽ ഫസനുയസ്സിറുഹു ലിൽ യുസ്റാ, നമ്മുടെ ജീവിതത്തിന്റെ നന്മയുടെ വഴികളെ അല്ലാഹു എളുപ്പമാക്കി തരും. ഇമാമുന ഗസാലി റളിയല്ലാഹു അൻഹു ഈ ചരിത്ര സംഭവത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എത്ര കാലം നമ്മൾ തിന്മയിൽ മൂടിപ്പുതച്ച് കിടന്നിരുന്നവരാകട്ടെ, അനുഗ്രഹങ്ങളിൽ മതിമറന്നവരാകട്ടെ, റൂഹ് തൊണ്ടക്കുഴിയിൽ നിൽക്കുന്ന ഓരോ സെക്കൻഡുകളും നമുക്ക് വേണ്ടി ഇസ്തിഗ്ഫാറിന്റെ വാതിലുകളും മലർക്ക് തുറക്കപ്പെട്ട് കിടക്കുകയാണ്. അള്ളാഹുവിനേക്കാൾ പുറത്തു നൽകുന്ന ഒരാളുമില്ല. നമ്മളുടെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളെക്കാൾ എത്രയോ വിശാലമാണ് അള്ളാഹുവിന്റെ മഗ്ഫിറത്തിന്റെ കവാടങ്ങളെന്നാണ്. അള്ളാഹു നമുക്ക് ആത്മാർത്ഥമായി പൊറുക്കലിനെ തേടാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിലെ എല്ലാ തിന്മകളിൽ നിന്നും അകന്ന് എന്റെ ജീവിതത്തിലും ഒരുപക്ഷെ അള്ളാഹു എന്നെ പരീക്ഷണങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടിച്ചേക്കാം എന്ന തിരിച്ചറിവോടുകൂടി അള്ളാഹുവിന്റെ നിഅമത്തുകൾ അവന് ഇഷ്ടമുള്ള മാർഗത്തിൽ ഉപയോഗപ്പെടുത്താൻ തൗഫീഖ് നൽകട്ടെ. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത മാർഗത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന, നമ്മളെ വഴി നടത്തുന്ന പിശാചിന്റെ ദുർബോധനങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മയും നമ്മുടെ അഹ്ലുകാരെയും സംരക്ഷിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബഹുമാനമുള്ളവരെ, നമ്മുടെ പള്ളിയിൽ വെച്ചുകൊണ്ട് എല്ലാ മാസവും നടക്കാറുള്ള മജ്ലിസുൻ നൂർ ഇൻഷാ അല്ലാഹ് ഈ 18-ാം തീയതി ചൊവ്വാഴ്ച മഗ്രിബിക്ക് ശേഷം നമ്മുടെ പള്ളിയിൽ വെച്ചുകൊണ്ട് നടക്കും. എല്ലാ ആളുകളും ആ മജ്ലിസുൻ നൂറിൽ പങ്കെടുക്കണം. സ്ത്രീകൾക്കും സൗകര്യമുണ്ടായിരിക്കും. അതുപോലെ കാഴ്ചക്ക് കുറവുള്ള ഒരു വളരെ ദരിദ്രയായ ഒരു സ്ത്രീ നമ്മുടെ പള്ളിയിലേക്ക് അവർ പല തവണകളായി സ്വരുക്കൂട്ടി വെച്ച ഒരു 7000 രൂപ നമ്മുടെ പള്ളിയിലേക്ക് അവർ സ്വതക്കയായി നൽകിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സഹോദരിയുടെ എല്ലാ മുറാദുകളും ഹാസുലാക്കി കൊടുക്കട്ടെ. അവർ നൽകിയ ആ 7000 രൂപക്ക് ഒരുപാട് മൂല്യങ്ങൾ, 7 കോടിയുടെ മൂല്യം വരെ ഉണ്ടാകാം. റബ്ബേ, നീ അത് സ്വീകരിക്കണേ അല്ലാഹ്. അവർക്ക് അല്ലാഹുവേ നീ ഖൈറും ബറക്കത്തും നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഈ പള്ളിയിൽ വെച്ചുകൊണ്ട് നിർവഹിക്കപ്പെടുന്ന ഓരോ ഇബാദത്തുകളുടെയും പ്രതിഫലം അവരിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അതിന്റെ ഫലമായി കലിമ ചൊല്ലി ലോകത്തോട് വിട പറയാൻ അല്ലാഹു അവർക്ക് തൗഫീഖ് നൽകണേ റഹ്മാനെ. അതുപോലെ ഇന്ന് നമ്മുടെ പള്ളിയിൽ നടക്കുന്ന പിരിവ് നമ്മുടെ മഹലിൽ തന്നെ പെട്ട പൊറ്റോടി പള്ളിയിൽ ദീർഘകാലമായി ഇമാമായി സേവനം ചെയ്യുന്ന ഉസ്താദിന്റെ വീട് പണിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ മഹലിന്റെ ഭാഗമാണ്, നമ്മുടെ മഹലിന്റെ പരിസരത്തുള്ള, നമ്മുടെ മഹലിൽ തന്നെ പെട്ട നിസ്കാര പള്ളിയിൽ ജോലി ചെയ്യുന്ന, ദീർഘകാലമായി ജോലി ചെയ്യുന്ന ഉസ്താദാണ്. അവരുടെ വീട് പണിക്ക് വേണ്ടിയുള്ള സഹായമായതുകൊണ്ട് നിങ്ങൾ എല്ലാവരും അതിലേക്ക് ആത്മാർത്ഥമായി സഹായിക്കുകയും സഹകരിക്കുകയും ആ സംഭാവന വിജയിപ്പിക്കുകയും ചെയ്യണം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അതുപോലെ നമ്മുടെ മേലെപ്പറമ്പ് ഇഹ്യാഉൽ ഇസ്ലാം ബ്രാഞ്ച് മദ്രസയിലെ നബിദിനാഘോഷം ഇൻഷാ അല്ലാഹ് മറ്റന്നാൾ ഞായറാഴ്ച നടക്കുകയാണ്. രാവിലെ 8 മണി പതാക ഉയർത്തലോടുകൂടി ആരംഭിക്കും. മൗലിദ പാരായണമുണ്ട്. 4:00 ഘോഷയാത്രയും 7 മണിക്ക് വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും ഹിബ്ബുർ റസൂൽ പ്രഭാഷണവും ഉണ്ടാകും. നമ്മുടെ ഉസ്താദുമാരും വേണ്ടപ്പെട്ട നമ്മുടെ മഹലിന്റെയും മറ്റും ഭാരവാഹികളൊക്കെ പങ്കെടുക്കും. എല്ലാ ആളുകളും ആ പരിപാടിയിൽ പങ്കെടുക്കുകയും വിജയിപ്പിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അർഹമുർ റഹീമായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ ശ്രമങ്ങളെയും വിജയിപ്പിക്കട്ടെ. നമ്മുടെ എല്ലാ ഹിദമകളെയും സ്വീകരിക്കട്ടെ. എല്ലാ സുദഖകൾക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. അവസാനം കലിമ ചൊല്ലി ലോകത്തോട് ഈമാനോടെ വിട പറയാൻ അല്ലാഹു നമുക്കും നമ്മുടെ അഹ്ലുകാർക്കും തൗഫീഖ് നൽകട്ടെ. മദ്യത്തിന്റെയും ലഹരിയുടെയും ഉപയോഗങ്ങളിൽ നിന്ന്, വ്യാപനത്തിൽ നിന്ന് നമ്മുടെ മഹലിനെയും നാടിനെയും അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നമ്മളുടെ മക്കൾ, നമ്മുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ ജോലിക്ക് പോകുന്ന, പഠിക്കാൻ പോകുന്ന ഇടങ്ങളിൽ നിന്ന് അവർക്ക് അല്ലാഹുവിന്റെ പ്രത്യേകമായ കാവൽ അല്ലാഹു നൽകട്ടെ. അത്തരം ചതിക്കുഴികളിലേക്ക് അല്ലാഹു അവരെയും നമ്മളെയും ഒന്നും പെടുത്താതിരിക്കട്ടെ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.